ശ്രീ ടി പി സെൻകുമാർ, മുൻ DGP നമ്മോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ ടി പി സെൻകുമാർ, സഹകരണ കൊള്ള അത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയപ്പോൾ അത് രാഷ്ട്രീയ ഇടപെടലാണ്, സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞത്. പക്ഷേ കണക്കുകൾ പുറത്തു വരികയാണ്. 1582 കോടിയുടെ സഹകരണ കൊള്ള നടന്നുവെന്ന് സഹകരണ വകുപ്പ് തന്നെ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? കേരളത്തില് ഏറ്റവും അധികം സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് CPM ആണ്, പിന്നീട് കോൺഗ്രസ്. ഈ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് അവരുടെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്നാണ്. അവരുടെ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത്, അതായത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏകദേശം 20,000-ഓളം സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കും. അതിൽ 10 പേർക്ക് വെച്ച് നോക്കിയാൽ 2 ലക്ഷം പേർക്കാണ് അവർക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക, അതായത് 2 ലക്ഷം കുടുംബങ്ങളെ. അപ്പൊ ഇതേപോലെയാണ് അവരുടെ പാർട്ടി വളർത്താൻ ഉപയോഗിക്കുന്നത്. അതും കഴിഞ്ഞ് ആ സഹകരണ സംഘങ്ങളെ കൊള്ളയടിച്ച് പാർട്ടിക്ക് പണം ഉണ്ടാക്കുന്ന നേതാക്കന്മാർ കൂടിയായി. ഈ കൃത്യമായ കണക്ക് നമുക്ക് അറിയില്ലായിരുന്നു, എങ്കിലും 100 കണക്കിന് കോടി രൂപ കരുവന്നൂർ ബാങ്ക് അടക്കം നമുക്ക് അറിയാമായിരുന്നു 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറിവാണ്, നല്ലൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് സർ, ഇവിടെ താങ്കൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നേതാക്കളുടെ പങ്കാളിത്തം പ്രകടമാണ്. കാരണം അവരുടെ കൂടി ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്, അവർക്ക് കൂടി പങ്കെത്തുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായ അന്വേഷണം നടത്താത്തതും പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോലും ഈ സഹകരണ സംഘങ്ങളിലെ കൊള്ളയുടെ ഒരു വിഹിതം എത്തുന്നു. അതുകൊണ്ട് അന്വേഷണം എങ്ങും എത്താതെ പോവുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ കരുവന്നൂർ ബാങ്കൊക്കെ അതിന്റെ ഒരു പരിച്ഛേദമല്ലേ? ഈ കൊള്ളയുടെ ഒരു പരിച്ഛേദമാണ് കരുവന്നൂർ ബാങ്കൊക്കെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് വെച്ചിട്ട് ഇതുപോലെ മറ്റു സഹകരണ സംഘങ്ങളെ കണ്ടാല് എത്ര എണ്ണത്തിലാണ് അതിലെ നിക്ഷേപിച്ചവരെല്ലാം ആത്മഹത്യ ചെയ്യുന്നതും അവർക്ക് ജീവിക്കാൻ പറ്റാതെ നടക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ആ അറ്റംപ്റ്റ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാനും പ്രതികളെ ശിക്ഷിക്കാനും സാധിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് നൽകുന്ന നല്ലൊരു സന്ദേശമായിരിക്കും. അതുപോലെ തന്നെ ഇതേപോലുള്ള കള്ളവുകൾ നടത്തുന്ന നേതാക്കന്മാർക്ക് നൽകുന്ന നല്ലൊരു ശിക്ഷയായിരിക്കും. വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.